ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ കോടതിയെ സമീപിച്ച് ഭാര്യ സുലോചന സമാധി സ്ഥലം പൊളിക്കാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകി. തിരുവനന്തപുരം ജില്ലാ കളക്ടർ, RDO, പോലീസ് എന്നിവരെ എതിർകക്ഷിയാക്കിയാണ് ഹർജി നൽകിയത്. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധിയിൽ വലിയ തരത്തിലുള്ള ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് കളക്ടർ സമാധി പൊളിക്കാനുള്ള ഉത്തരവിടുന്നത്. അതിലാണിപ്പോൾ ഭാര്യയുടെ ഒരു ഹർജി വന്നിരിക്കുന്നത്. ഏത് രീതിയിലാവും കോടതി ഇത് പരിഗണിക്കുക? സ്വാതി, ഏതായാലും ഇത്തരത്തിലൊരു ഹർജി കോടതിയുടെ പരിഗണനയിൽ എത്തിയിരിക്കുന്നു. ഈ അടുത്ത ദിവസം കോടതി ഈ ഹർജി പരിഗണിച്ചേക്കും. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും കോടതി ഇതിൽ തീരുമാനമെടുക്കുക. ഏതായാലും പോലീസ് ഈ അമ്മയെയും, അതായത് ഈ ഹർജിക്കാരിയായ സുലോചനയെയും മക്കളെയും ചോദ്യം ചെയ്യാൻ അവരുടെ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ഇനിയും അവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുകയാണ്. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരം ഈ സമാധി സ്ഥലം പൊളിക്കണം എന്നൊരു ആവശ്യത്തിൽ നിന്ന് പോലീസ് പിന്തിരിഞ്ഞത്. ഇത്തരം ക്രമസമാധാന പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവർ ഭക്തിയുടെ മാർഗത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കുടുംബം നിൽക്കുന്നത്. എന്നാൽ പോലീസ് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ഗോപൻ സ്വാമിയുടെ മരണം സംബന്ധിച്ച് അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നു. ഇതിനിടെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇനി കല്ലറ പൊളിക്കരുത് എന്നൊരാവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം കോടതി ഏതായാലും സർക്കാരിനോടും ജില്ലാ കളക്ടറോട് അടക്കമുള്ളവരുടെ റിപ്പോർട്ട് തേടാനാണ് സാധ്യത. അതിനുശേഷം ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ചായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി വരുന്നത്. ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തങ്ങൾ ഈ സമാധി സ്ഥലമാണ്, അത് പൊളിക്കരുത് എന്ന് നിർദ്ദേശം നൽകണം എന്നാണ് ഹർജിയിൽ പറയുന്നത്. ശരി ഷബ്ന, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയിൽ വിവാദത്തിൽ ഇപ്പോൾ ഭാര്യയുടെ ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ്. സമാധി പൊളിക്കുന്ന നീക്കം തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി. അത് ഏത് രീതിയിലാവും കോടതി പരിഗണിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്.